أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم إنما وليكم الله ورسوله والذين آمنوا الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون. അല്ലാഹുവും അവന്റെ ദൂതനും താഴ്മയുള്ളവരായിക്കൊണ്ട് നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യുന്ന സത്യവിശ്വാസികളും മാത്രമാകുന്നു നിങ്ങളുടെ ഉറ്റമിത്രങ്ങൾ. ومن يتول الله ورسوله والذين آمنوا فإن حزب الله هم الغالبون. വല്ലവനും അല്ലാഹുവേയും അവന്റെ ദൂതനെയും സത്യവിശ്വാസികളെയും മിത്രങ്ങളായി സ്വീകരിക്കുന്നുവെങ്കിൽ തീർച്ചയായും അല്ലാഹുവിന്റെ കക്ഷി തന്നെയാണ് വിജയം നേടുന്നവർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് ഖുസ് ബി ഐദീനാ ഖല്ലത്ത് ഹീലത്തുനാ അദ്രിക്നാ യാ റസൂലല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വിഷയം ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു അല്ലദീന യുഖീമൂന സ്വലാത്ത വയുതൂന സക്കാത്ത വഹും റാകിഊൻ വമൻ യതവല്ലല്ലാഹ വറസൂലുഹു വല്ലദീന ആമനു ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ. ഈ സൂറത്തുൽ മാഇദയിലെ 55-56 ആയത്തുകൾ അല്ലാഹുവും അവന്റെ റസൂലും സത്യവിശ്വാസികളായ ആളുകൾ സഹായികളാകുന്നു, മുഅ്മിനീങ്ങളുടെ സഹായികളാകുന്നു. ഈ അള്ളാഹുവിനോടോ റസൂലിനോടോ മുഅ്മിനീങ്ങളോടോ അവരെ ആരെങ്കിലും സഹായികളാക്കി കഴിഞ്ഞാൽ അവരാണ് അള്ളാഹുവിന്റെ പാർട്ടി എന്നാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞതിന്റെ രത്നം ചുരുക്കം. ഈ ആയത്ത് വെച്ചുകൊണ്ട് സുന്നികളായ ആളുകൾ പറയുന്നത് മഹാന്മാരായ അമ്പിയാക്കളോടും ഔലിയാക്കളോടും അള്ളാഹു തആല നൽകുന്ന കഴിവുകൊണ്ട് അവരോട് ഇസ്തിഗാസ നടത്തിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും ശിർക്കാവുകയില്ല. ഈ ആയത്ത് കൊണ്ട് തെളിവാണ് അത് ശിർക്കല്ല, തൗഹീദാണ്. ഇതിന് ഈ ഒരു സഹായത്തേട്ടത്തിന് ദൂരപരിധി ഞങ്ങൾ വെക്കുന്നില്ല, ജീവിത മരണ വ്യത്യാസം ഞങ്ങൾ വെക്കുന്നില്ല. അതേസമയം മുജാഹിദുകളായ ആളുകളും പറയുന്നത് ഈ ആയത്ത് കൊണ്ട് സഹായം തേടാം, പക്ഷേ മഹാന്മാരോട് സഹായം തേടുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മുജാഹിദുകൾ പറയുന്നത് ഈ ഒരു തേട്ടം, ഈ ഒരു സഹായാർത്ഥന ഇത് ശിർക്കാകുന്നത് എപ്പോഴാണ്? സൃഷ്ടികളുടെ കഴിവിന് അതീതമായാൽ, സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്തായാൽ അത് ശിർക്കാകും. അതേസമയം സൃഷ്ടികളുടെ കഴിവിന് ഇപ്പുറത്തായി കഴിഞ്ഞാൽ അത് തൗഹീദാകും. ഞങ്ങൾ പറയുന്നത് ഈ ഒരു ഉസൂല് അത് മുജാഹിദുകളുടെ സ്വന്തം വകയായി പടച്ചുണ്ടാക്കിയതാണ്. അല്ല എങ്കിൽ സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്തുള്ള ഒരു സഹായത്തേട്ടം ശിർക്കും, സൃഷ്ടികളുടെ കഴിവിന് ഇപ്പുറത്തുള്ള ഒരു സഹായത്തേട്ടം തൗഹീദും. ഈ പറയുന്ന ഒരു ഉസൂല്, ഇങ്ങനെ ഒരു വിഭജനം വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരായത്ത്, ഈ ഒരായത്ത് എന്ന് പറയുന്നതിൽ ഏതെങ്കിലും ഒരായത്ത് കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ എന്നാണ് എൻ്റെ സുഹൃത്തിനോട് സുഹൈൽ കെയോട് ഞങ്ങൾക്ക് ആദ്യമായി ചോദിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം തസ്ലീമൻ കസീറൻ. അമ്മാ ബഅദ്. اللهم أعني ولا تعن علي وانصرني ولا تنصر علي وانصرني على من دعا علي. اللهم تقبل توبتي وثبت حجتي واهدي قلبي وسدد لساني واسلل صحيح صدري. എന്തായാലും അൽഹംദുലില്ലാഹ് നമ്മുടെ വാദം എന്തായാലും സൂറ മാഇദയിലെ 55-ാമത്തെ ആയത്ത്, 55-ാമത്തെ 56-ാമത്തെ ആയത്ത് ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു അല്ലദീന യുഖീമൂന സ്വലാത്ത വയുതൂന സക്കാത്ത വഹും റാകിഊൻ. ഈ ആയത്ത് എന്തായാലും സൃഷ്ടി കഴിവിന് അതീതമായിട്ട് മറ്റുള്ളവർക്ക് സഹായം തേടും അല്ലെങ്കിൽ തേടാൻ പറ്റും എന്തായാലും അവർക്ക് തെളിയിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ആയത്ത് എന്തല്ല, ഇനി ഏതെങ്കിലും ഒരായത്ത് സൃഷ്ടി കഴിവിന് അതീതമായി തേടിക്കഴിഞ്ഞാൽ അത് ശിർക്കാകും എന്നുള്ളത് ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചത്. എന്തായാലും അൽഹംദുലില്ലാഹ് വളരെ നല്ല ചോദ്യമാണ്. സൃഷ്ടി കഴിവിന് അതീതം, അതുപോലെ തന്നെ സൃഷ്ടി കഴിവ് അതീതം എന്നൊക്കെ ഉള്ളത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഇമാമിങ്ങൾ പറഞ്ഞു തരുന്ന കാര്യമാണ്. അതിൽ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഇജ്മാ കൊണ്ടും ഖിയാസ് കൊണ്ടും എല്ലാ രീതിയിലും നമുക്ക് സമർത്ഥിക്കാൻ കഴിയും. അതിൽ യാതൊരു ബേജാറുമില്ല. ആയത്ത് വിളിച്ചോ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ആയത്ത് കഴിഞ്ഞ് വേണ്ടത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ.
അള്ളാഹുവെ നിന്നോട് മാത്രം ഞങ്ങൾ എന്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നെ മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നുള്ള ആയത്ത് വെച്ചുകൊണ്ടുള്ള അടിസ്ഥാനത്തിൽ ഇവിടെ ഈ സഹായത്തേട്ടം അള്ളാഹുവിന് മാത്രം നൽകാവുന്ന ഒരു സഹായത്തേട്ടമാണ്. ആ സഹായത്തേട്ടം ഇബാദത്താണ്. ആ ഇബാദത്തായ സഹായത്തേട്ടം മറ്റുള്ളവരിലേക്ക് നൽകിക്കഴിഞ്ഞാൽ അത് ശിർക്കുമാണ്. ഈ സഹായത്തേട്ടം ആകട്ടെ മറ്റുള്ളവർക്ക് അവരുടെ കഴിവിൽ ഹാസിലാവാത്ത സംഗതിയാണ്. ആ കാര്യങ്ങളൊക്കെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി പോരാട്ടേനെ ഇൻഷാ അല്ലാഹ് ഒരു ഹദീസ് കൂടി തരാം. ഇദാ സഅൽത ഫസ്അലില്ലാ വസ്തഅൻത ഫസ്തഈൻ ബില്ലാ. വീണ്ടും ഒരു ഹദീസ് വിളിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിക്കുന്നു, ലാ യുസ്തഗാസു ബി ഇന്നമാ യുസ്തഗാസു ബില്ലാ. അഥവാ സഹായം എന്നോടല്ല ചോദിക്കേണ്ടത്, മറിച്ച് അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. ഈ ആയത്തുകളെയും അതുപോലെ തന്നെ ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ സൃഷ്ടി കഴിവിന് അതീതമായി ചോദിക്കുന്നത് അത് അള്ളാഹുവിനോട് മാത്രമാണ്. മറ്റുള്ളവർക്ക് ഒരു പങ്കും അതിൽ ചേർക്കാൻ പാടില്ല എന്നുള്ളത് ഈ ആയത്തിൽ വിശദീകരിച്ചുകൊണ്ട് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആയത്താണ് വേണ്ടത്, ആയത്ത് ഓതി. ഇൻഷാ ആയത്ത് മാത്രമല്ല 2 ഹദീസുകളും ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇനി എന്താണ് സഹലാവുദ്ദീൻ എന്ത് ചെയ്യാം, അതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് സലഫു സാലിഹ് മനസ്സിലാക്കി എന്ത് ചെയ്യാം, നമുക്ക് അതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. അതുകൊണ്ട് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നുള്ള ആയത്തും അതുപോലെ തന്നെ ഇദാ സഅൽത ഫസ്അലില്ലാ. എല്ലാ സുന്നികളും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ എന്തായാലും സുഹൈൽ യൂസഫ് ഖുർആൻ തുടക്കം മുതൽ ഇൻഷാ അല്ലാഹ് പിന്നെ മിനൽ ജിന്നത്തി വൻ നാസ് വരെ നമ്മൾ ഓദിക്കാനുള്ള പ്ലാനിങ് ആണ്. ഫാത്തിഹ തുടങ്ങി വെച്ചു. സുഹൈൽ യൂസഫ് പ്രത്യേകം മനസ്സിലാക്കണം, നമ്മൾ ചോദിച്ച ചോദ്യം സൃഷ്ടി കഴിവിന് അപ്പുറത്തുള്ളത് ചോദിച്ചാൽ ഷിർക്കും, സൃഷ്ടി കഴിവിന് ഇപ്പുറത്തുള്ളത് ചോദിച്ചാൽ നോൺ ഷിർക്കും ആകും എന്നാണ് മുജാഹിദുകൾ സാധാരണ പറയാറുള്ളത്. എല്ലാ സ്ഥലത്തും നിങ്ങൾ ഓതിയ ആയത്ത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായിക്കുന്നത്, അവിടെ മുഫസ്സിറുകൾ മുഴുവനും പറഞ്ഞത് എല്ലാ വിഷയത്തിലും എന്നാണ്. സൃഷ്ടി കഴിവിന് അതീതമെന്നോ വിധേയമെന്നോ പറഞ്ഞിട്ടില്ല. എല്ലാ ഫീ ജമീ ഉമൂരിന കുല്ലിഹ എന്നാണ് ഇബ്നു കസീറും അതേപോലെ തന്നെ റാസിയും എല്ലാ തഫ്സീറും ഉദ്ധരിച്ചത്. അപ്പൊ നിങ്ങൾ ഓതിയ ആയത്ത് ഞങ്ങളെ ചോദ്യവുമായി എതിർക്കുന്നില്ല എന്ന ഒരു സങ്കടമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു, ചോദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവിൽ നിന്ന് അംബിയ ഔലിയാക്കളോട് മരണ ജീവിത വിദൂര സമീപ വ്യത്യാസമില്ലാതെ സുന്നികൾ ചോദിക്കുന്ന സഹായത്തേട്ടം ശിർക്കാണ് എന്ന് നിങ്ങൾ പറയുന്നു. അതിന് സാധാരണ വഹാബികൾ ഓരിയിടാറുള്ള ഒരു കാരണം അത് സൃഷ്ടി കഴിവിന് അപ്പുറത്താണ് എന്നാണ്. അപ്പൊ സൃഷ്ടി കഴിവിന് അപ്പുറത്താണ് എന്നും അത് ശിർക്കാണ് എന്നും സൃഷ്ടി കഴിവിൽ പെട്ടതാണെങ്കിൽ അത് തൗഹീദാണ് എന്നുമുള്ള ഒരു ഉസൂല് അല്ലെങ്കിൽ ഒരു വാദം ലോകത്ത് വഹാബികൾ വല്ലാതെ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നുണ്ട്. എന്തായാലും ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നുള്ള ആയത്ത് അത് സൃഷ്ടി കഴിവിന് അതീതമല്ല എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അങ്ങനെ തെളിയിക്കാൻ പറ്റുമെന്ന്. ഇവിടെ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നുള്ള ആയത്തിന്റെ തഫ്സീറിൽ ഇമാമിങ്ങൾ വരികളല്ല, പേജുകളല്ല, ഒരു കിതാബ് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അഥവാ ഒരു കിതാബ് തന്നെ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നുള്ള ആയത്തിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഇമാമിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് പഠിച്ചോ, മദാരിജുസ് സാലിഖീൻ ബൈന മനാസിൽ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ആ കിതാബിൽ നിന്നും ഞാൻ ഇതാ ഉദ്ധരിക്കുന്നു. എന്താ ഉദ്ധരിക്കുന്നത് അറിയോ? ഈ കാര്യത്തിലെ തേട്ടം അഥവാ നിങ്ങൾ പറയുന്ന സൃഷ്ടി കഴിവിന് അതീതമായ തേട്ടം, വമിൻ അൻവാഹി തലബുൽ ഹവായിജ മിനൽ മൗത, മരിച്ചവർ മരണപ്പെട്ടവരിൽ നിന്നും സഹായം ആവശ്യപ്പെടൽ, വലിസ്തിഗാസത്തും അവരുടെ സഹായം ചോദിക്കൽ, വത്തവജ്ജു ഇലൈഹിം വഹാദ അസ്ലു ശിർക്കിൽ ആലം, ഇതാണ് ഷിർക്ക്. അഥവാ അടിസ്ഥാനപരമായിട്ട് മരണപ്പെട്ടവരോട് കൊണ്ട് സഹായം ചോദിക്കുന്നതാണ് ഷിർക്ക് എന്ന് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, മുഫസ്സിരീങ്ങൾ, മുഹദ്ദിസീങ്ങൾ അവരുടെ കിതാബിൽ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഒരെണ്ണം കൂടിയും പിടിച്ചോളൂ, ഇസ്തിഗാസ. ഈ ആയത്ത് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ വകദാലികൽ ഇസ്തിആനതു ഐദൻ മിൻഹാ മാ ലാ യസിഹു ഇല്ലല്ലാഹ്, ഇസ്തിആനത്ത് അല്ലാഹുവിനോടല്ലാതെ ശരിയാവുകയല്ല.
അതാണ് അവിടെ ഹിയൽ മുഷാറു ഇലൈഹാ ബിഖൗലിഹി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഫഇന്നഹു ലാ യുഈനു അലൽ ഇബാദത്തിൽ ഇയാദത്തിൽ മുത്ലഖ ഇല്ലല്ലാഹ്. പിന്നെ പറയുന്നു വഖദ് യുസ്തആനു ബിൽ മഖ്ലൂഖി ഫീമാ യഖ്ദിറു അലൈഹി. എന്നാൽ സൃഷ്ടികൾക്ക് അവർക്ക് കഴിവ് നൽകപ്പെട്ട കാര്യത്തിൽ അവരോട് സഹായം ചോദിക്കാം. അല്ലാഹു തആല ഖുർആൻ പറഞ്ഞതുപോലെ വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്നുള്ള ആയത്ത് കൂടിയും കൊടുക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ഇവിടെ വ്യക്തമായി തന്നെ സൃഷ്ടി കഴിവിന് അതീതമായിട്ട് അല്ലാഹു തആലയോട് മാത്രമേ തേടാൻ പാടുള്ളൂ. മറ്റുള്ള കഴിവ് നൽകപ്പെട്ട കാര്യത്തിൽ അല്ലാഹു തആല പറഞ്ഞതുപോലെ വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ കുഴപ്പമില്ല പറയുന്നു. പിന്നീട് പണ്ഡിതന്മാർ പറയുന്നു ഇസ്തിഗാസ അനുവദനീയമാണ്, ജായിസാണ് ലുഗത്തിലും ശറയിലും. എപ്പോഴും അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ അനുവദനീയമാണ്. എന്നാൽ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ അവർ ചോദിച്ചാലോ ലാ യുസ്തഗാസു ബി ഇന്നമാ യുസ്തഗാസു ബില്ലാ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമല്ല ഒരു സൃഷ്ടിയോടും ചോദിക്കാൻ പാടില്ല. ഇത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഉസൂലാണ്. നിങ്ങൾക്ക് കിതാബ് ചോദിച്ചോളൂ, ഇൻഷാല്ലാഹ് പറഞ്ഞുതരാം. ഓക്കെ. അപ്പോ പിന്നെ സുഹൈൽ യൂസുഫ് ഖാൻ, നിങ്ങള് ഓതിയ ആയത്തൊക്കെ തന്നെയാണ്, പക്ഷെ ഞങ്ങൾ ചോദിച്ചതിന്റെ ആയത്തല്ല. നിങ്ങൾ ഓതിയ ആയത്ത് നിങ്ങൾക്കെതിരായിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല. മലർന്നു കിടന്ന് മേൽപോട്ട് തുപ്പുക എന്നാണ് ഇതിന് മലപ്പുറം ഭാഷയിൽ പറയാറുള്ളത്. കാരണം എന്താണ്? നിങ്ങൾ ആ ആയത്ത് വിശദീകരിച്ചിട്ട് അവസാനം പറഞ്ഞു വെച്ചത് എന്താണ്? അല്ലാഹു തആല നൽകുന്ന കഴിവ് കൊണ്ട് സഹായിക്കും എന്നല്ലേ പറഞ്ഞു വെച്ചത്? ഇതിനാർക്കാണ് തർക്കമുള്ളത്? ഞങ്ങൾ പറഞ്ഞു, നോക്കൂ നിങ്ങൾ, പിന്നെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ മുസ്ലിയാർ നെല്ലിക്കുത്ത് ഞങ്ങളുടെ സമസ്തയുടെ ഏറ്റവും വലിയ നേതാവായിരുന്നു. അതേ ബഹുമാനപ്പെട്ടവരുടെ കിതാബുണ്ട്. ആ കിതാബിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നത് അഖീദത്തു സുന്ന എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, സമസ്തക്കാരുടെ സുന്നികളായ ആളുകളുടെ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു തആല നൽകാത്ത കഴിവ് കൊണ്ട് എന്നാണോ? അല്ല, മറിച്ച് മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അതുതന്നെയാണ് എന്ത്? അല്ലാഹു തആല നൽകുന്ന കഴിവ് എന്ന് പറയുന്നത്. അപ്പൊ അല്ലാഹു തആല നൽകുന്ന കഴിവിന്റെ അടിസ്ഥാനത്തിൽ അവരോട് സഹായം തേടാം. അതുതന്നെയാണ് ഞങ്ങൾ പറയുന്നത്, സഹായം തേടാൻ പറ്റുമെന്നത്. അതേസമയം അല്ലാഹു തആല നൽകാത്തൊരു കഴിവ് കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല, അല്ലാഹു തആല നൽകുന്ന കഴിവ് കൊണ്ട് മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ അതിവർത്താനങ്ങളൊന്നും വേണ്ട. ഞങ്ങൾ ചോദിച്ചത് എന്താണ്? നിങ്ങൾ പറഞ്ഞു സൃഷ്ടി കഴിവിന് അതീതമായൊരു തേട്ടം. ഞങ്ങൾ പറഞ്ഞു കഴിവിന് അല്ലാഹു തആല നൽകിയ കഴിവിന്റെ അടിസ്ഥാനത്തിൽ അവർ സഹായിക്കും, അവരോട് സഹായം തേടാം. ഇൻഷാ അല്ലാഹ് ഞങ്ങളോട് ചോദിക്കൂ, ആ സമയത്ത് ഞങ്ങൾ അതിന് മറുപടി പറയും. ഈ ഇന്നമാ വലിയക്കുമുല്ലാഹു എന്ന ആയത്തിന്റെ പരിധിയിൽ നിന്ന് തന്നെ ഞങ്ങൾ പറയും അല്ലാഹു നൽകുന്ന കഴിവ് കൊണ്ട് അവർ സഹായിക്കും എന്നതിന് ഞങ്ങൾ കൃത്യമായി മറുപടി പറയും. പക്ഷേ സുഹൈൽക്ക് ഇപ്പോൾ ചെയ്യേണ്ടത് സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്തുള്ള കാര്യം, അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്തുള്ള കാര്യം എന്താണ്? ഈ സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്തുള്ള ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അല്ലാഹു തആല നൽകുന്ന കഴിവല്ലേ? എല്ലാം അല്ലാഹു തആല നൽകുന്ന കഴിവാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. അല്ലാഹു തആല നൽകുന്ന കഴിവ് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, എന്ത്? സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്തുള്ള കാര്യം, അത് ശിർക്കാണ് എന്ന് പറഞ്ഞതിന് ആയത്താ ചോദിച്ചത്. ആയത്ത് മാത്രം പറഞ്ഞാൽ മതി. അല്ലാഹു നൽകുന്ന കഴിവ് കൊണ്ട് ആ പരിധിയിൽ വെച്ച് ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കാവുകയില്ല, തൗഹീദാണ് എന്നത് തന്നെയാണ് നിങ്ങൾ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞ വാദത്തിന് തെളിവ് നിങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതാണ് അവസാനം സംഭവിച്ചിട്ടുള്ളത്. ഞങ്ങൾ ചോദിച്ചത് എന്താണ്? സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്തുള്ള കാര്യം ചോദിച്ചാൽ അത് ശിർക്കാകും എന്ന് നിങ്ങൾ പറഞ്ഞു. അത് മുജാഹിദുകൾ എവിടെയും പറയുന്നു. കേരളക്കരയിലല്ല, ലോകത്ത് എല്ലായിടത്തും മുജാഹിദ് പറയുന്ന അത് നിങ്ങൾ പടച്ചുണ്ടാക്കിയതാണ്. അതിന് ആയത്തെവിടെ? അതാണ് ഞങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ, 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 അല്ലാഹു അക്ബർ. അപ്പൊ നൽകുന്ന കഴിവിലാണ് ചോദിക്കുന്നത്, നൽകാത്ത കഴിവിൽ ഞങ്ങൾ ചോദിക്കുന്നില്ല. അപ്പൊ കഴിവുകൾ അല്ലാഹു തആല നൽകുന്നില്ലാത്ത ഒരു കഴിവുകളുണ്ടല്ലേ സലാഹുദ്ദീൻ? നൽകാത്ത കഴിവുകളും അല്ലാഹു തആല സൃഷ്ടികൾക്ക് നൽകാത്ത കഴിവുകളുണ്ട്. അതാണ് യഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അതിന്റെ തഫ്സീറാണ് ഞാൻ പറഞ്ഞത്. എന്താ വ്യക്തമായി തന്നെ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു പിന്നെ മലപ്പുറം ഭാഷയിൽ നമ്മൾ മലപ്പുറം അല്ല, നമ്മൾ കിതാബിന്റെ ഭാഷയിൽ സംസാരിക്കാനാണ് വന്നത്. അത് പറഞ്ഞത് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഗ്രന്ഥം തന്നെ ഇറക്കിയിട്ടുണ്ട്. അത് പറഞ്ഞത് വമിൻ അൻവാഹി ത്വലബുൽ ഹവായിജി മിനൽ മൗതാ والاستغاثة بهم والتوجه إليهم وهذا أصل شرك العالم إياك نعبد وإياك نستعين എന്നുള്ള ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നു. പിന്നെ
നൽകാത്ത കഴിവുണ്ടോ? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന് വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഒന്ന് പിടിച്ചോ, ഞാൻ വ്യക്തമായി തന്നെ പറഞ്ഞുതരാം. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നുള്ള ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, ഇയ്യാക നസ്തഈൻ എന്നുള്ള ആ സഹായത്തേട്ടം ലിയദുല്ല ദാലിക അലാ അന്ന തിൽക റുത്ബത ഹാസിലത ബിസബബിൽ ഇബാദ, അത് ഇബാദത്തിൽ നിന്നും കിട്ടുന്ന ആ സഹായത്തേട്ടം, അള്ളാഹുവിനോട് പ്രാർത്ഥന കൊണ്ടാ കിട്ടുന്ന ആ സഹായത്തേട്ടം മാ ഹസലത് മിൻ ഖുവത്തിൽ അബ്ദി, അത് എന്താ സൃഷ്ടികളുടെ കഴിവിൽ പെട്ട ഒരു കാര്യം അല്ല. അങ്ങനെ സൃഷ്ടികൾ സഫലീകരിച്ച് കഴിയാൻ സാധിക്കുകയില്ല. ബൽ മറിച്ച് ഇന്നമാ ഹസലത് ബി ഇയാദത്തില്ല, മറിച്ച് അള്ളാഹു തആലക്ക് മാത്രമാണ് ആ സഹായത്തേട്ടം എന്നുള്ളത് പറയുന്നത്. എന്നിട്ട് പിന്നീട് പറയുന്നു ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞതിലുള്ള ഉദ്ദേശം ഇന്നി കുന്തു ഖബല ഹാദാ അസ്തഈനു ബിഗൈരിക, ഞാൻ അഥവാ നമസ്കാരത്തിന് മുന്നേ എന്ത് ചെയ്യുന്നു? അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്നു. എങ്ങനെ സഹായം തേടുക്കുന്നു? ഞാൻ ഭൗതികമായ സമ്പത്തും അതുപോലെ കാര്യങ്ങളൊക്കെ വസീറിൽ നിന്നും അമീറുകളൊക്കെ ഞാൻ തേടുന്നു. എന്നാൽ പക്ഷേ ഹിദായത്തും മാരിഫത്തും അത് അല്ലാഹു തആല മാത്രമാണ് ഞാൻ ചോദിക്കുന്നു. എന്ന് പറയുന്നു ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ലാ ഇസ്തിഗാസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു എന്നോട് സഹായം ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. ആ സഹായം ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നു അപ്പൊ എന്തായി? വളരെ റൂട്ട് വളരെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, നിങ്ങൾ 3 തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 10,000 തക്ബീർ ചെല്ലാനുള്ള ഒരു ആവേശമാണ് ഇപ്പോഴുള്ളത്. കാരണം എന്താ? ഞങ്ങൾ ആകെ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത് അല്ലാഹു തആല നൽകുന്ന കഴിവ് കൊണ്ട് ഞങ്ങൾ മഹാന്മാരോട് സഹായം തേടുന്നു എന്നാണ്. മഹാന്മാർക്ക് അല്ലാഹു തആല നൽകുന്ന കഴിവ് കൊണ്ട് അത് മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങളൊരു ചോദ്യം, എന്ത് അല്ലാഹു തആല നൽകാത്തൊരു കഴിവ് കൊണ്ട് നിങ്ങൾ ചോദിക്കുന്നു? ഇല്ല മക്കളെ, ഇല്ല. അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിങ്ങളുടെ സ്വപ്നങ്ങൾ മാത്രമാണ്. അങ്ങനെ നിങ്ങൾ സ്വപ്നം കാണണ്ട. ഞങ്ങൾ പറയുന്നത് പൊന്നാര ഹബീബെ നിങ്ങളോട് പറയാനുള്ളത്, സുഹൈൽ സാഹിബെ നിങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇത്രയും തരം താഴ്ന്ന വർത്തമാനം നിങ്ങൾ പറയരുത്. കാരണം എന്താ? ഞങ്ങൾ എല്ലായിടത്തും സുന്നികൾ എഴുതിയിടത്തും ഒക്കെ നോക്കിക്കൊണ്ട് എല്ലാ സ്ഥലത്തും കാണുന്നത് എന്താ? അല്ലാഹു തആല നൽകുന്ന കഴിവ് കൊണ്ട് അത് മാത്രമാണ്. അപ്പൊ അല്ലാഹു തആല നൽകുന്ന കഴിവ് കൊണ്ട് സഹായം തേടിയാൽ കുഴപ്പമില്ല എന്നില്ലോടത്തേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയത് അല്ലാഹു തആല നൽകുന്ന കഴിവ് കൊണ്ട് നമ്മൾ ആ മഹാന്മാരോട് നമ്മൾ സഹായം ചോദിച്ചാൽ കുഴപ്പമില്ല എന്നിടത്തേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു. പിന്നെ ഒന്ന്, നേരത്തെ വായിച്ച ഇബാറത്ത് നിങ്ങൾ ഇപ്പൊ വിട്ടു. എന്ത്? അല്ലാഹു തആല നൽകുന്ന കഴിവ് കൊണ്ട് ചോദിക്കാം എന്ന ഇബാറത്ത് നിങ്ങളെ തിരിഞ്ഞുകുത്തി. പിന്നെ ഞങ്ങൾ മലപ്പുറം ഭാഷ പറയുന്നത് എന്തിനറിയോ? ഇതുപോലെ സഫാത്ത് പറഞ്ഞാൽ മലപ്പുറം ഭാഷ കൊണ്ടാണ് ഞങ്ങൾ മറുപടി പറയാറുള്ളത്. അതേസമയം ഇബാറത്തുകൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാലോ, നിങ്ങൾ ഓരോ വിഷയങ്ങൾ നക്കല് കൊണ്ടുവന്നാൽ ഇൻഷാ അല്ലാഹ് ഇബാറത്ത് കൊണ്ട് ഞങ്ങളും നക്കല് ചെയ്യും. നക്കലുകളും അതുപോലെ നിങ്ങളുടെ വാദത്തെ ഞങ്ങൾ മന ചെയ്യും. അപ്പൊ നിങ്ങൾ ഏതായാലും ആദ്യം പറഞ്ഞ ഇബാറത്ത് വിട്ടു. ഇനി ഒരു കാര്യം പറയട്ടെ, ഇത്ര നേരം നിങ്ങൾ ഓതിയ, നിങ്ങൾ വായിച്ച ഇബാറത്തും ആ ലഫ്ലുകളും ആ ഓരോ ഇബാറത്തുകളും എവിടെ നിന്നാണ് നിങ്ങൾ വായിച്ചത്? ഒരു കിതാബിന്റെ പേര് അറിഞ്ഞല്ലോ നിങ്ങൾ. ഏതായാലും ഓതി നിങ്ങൾക്കെതിരാണെങ്കിലും ഒരു കിതാബ് പറഞ്ഞല്ലോ നിങ്ങൾ. ആരാണ് ആ കിതാബ് രചിച്ചിട്ടുള്ളത്? സുഹൈൽ ഖാ. ആരാണ് ആ കിതാബ് രചിച്ചിട്ടുള്ളത്? എവിടെ നിന്നാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്? എന്താണ് ഇങ്ങനെ ഒരു കിതാബ് കൊണ്ട്? അത് പേരങ്ങോട്ട് പറയും, ആരാണ് അതിന്റെ മുസന്നിഫോട് പറയും. ഇൻഷാ അല്ലാഹ് ഈ ഒരൊറ്റ കിതാബ് കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശവപ്പെട്ടിക്ക് ആണി അടിക്കാൻ പോവാണ്. കാരണം നിങ്ങൾ ഞാൻ ഒരിക്കലും ഇതുപോലെ സംസാരിക്കാൻ കരുതിയല്ല. നിങ്ങൾ തരന്താണെന്ന് വർത്താനം പറയുന്നത്. എന്ത്? അല്ലാഹു തആല നൽകുന്ന കഴിവ് കൊണ്ട് സഹായിക്കും, സഹായം തേടാം എന്ന് ഞങ്ങൾ പറഞ്ഞ ആ വിഷയത്തിൽ സംവാദത്തിന് വന്നിട്ട് ഞങ്ങളൊപ്പം നിന്നാണ്ട് തല്ലാൻ നിൽക്കുക. അതുമാണ് ഞങ്ങളൊപ്പം നിങ്ങൾ നിൽക്കണ്ട, നമ്മൾ പരസ്പരം തല്ല, മനസ്സിലായോ എന്ന് പറഞ്ഞ ആദർശം കൊണ്ട് മേത്ത് വെച്ചു എന്ന് പറയാൻ നിൽക്കണ്ട. അപ്പൊ എന്ത് ചെയ്തു? അല്ലാഹു തആല നൽകുന്ന കഴിവ് കൊണ്ട്, ആ നൽകുന്ന കഴിവ് കൊണ്ട് മഹാന്മാരോട് സഹായം ചോദിക്കാം. അതിനാണ് നിങ്ങൾ എന്ത് പിന്നെ കൊണ്ടുവരേണ്ടത്. അതാണ് ഞങ്ങളുടെ വാദം. ഓക്കെ, സമയം വൈകിയതിൽ അതാണ് ഞങ്ങളുടെ വാദം. നിങ്ങളുടെ വാദമൊക്കെ ഞങ്ങൾ എഴുതി കഴിഞ്ഞോ. പിന്നെ ഞാൻ പറയുന്നത്, അപ്പൊ നൽകാത്ത കഴിവുകളും സൃഷ്ടികൾക്കുണ്ടല്ലേ? നൽകാത്ത അല്ലാഹു തആല നൽകാത്ത കഴിവുകളും സൃഷ്ടികൾക്കുണ്ട്. അതോ അല്ലാഹു തആലക്ക് മാത്രം അധികാരത്തിൽപ്പെട്ട സൃഷ്ടികൾക്ക് നൽകപ്പെടാത്ത കഴിവുകളും ഉണ്ടോ? അതാ പറഞ്ഞത് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ.
അതാണ് പണ്ഡിതന്മാർ ഞാൻ ഈ പറയുന്ന ഗ്രന്ഥത്തിന്റെ പണ്ഡിതൻ ഇമാം ഖറാഫിയാണ്. അദ്ദേഹം ഫാക്കിഹാനിലെ ഉസ്താദാണ്, ഇസ്ലാമിന്റെ ശിഷ്യനാണ്. അദ്ദേഹം പറയുന്നു ഈ രീതിയിലുള്ള കഴിവുകൾ അല്ലാഹു തആലക്ക് മാത്രമാണ്, ഒരൊറ്റ സൃഷ്ടിക്കും നിയമല്ല ആ രീതിയിൽ കൊടുക്കാൻ പാടില്ല. ഉമൂമു തഅല്ലുഖി സിഫാതിഹി തആല ഫയതഅല്ലഖു ഇൽമുഹു ബിജമീഇൽ മഅലൂമാത് വഇറാദതുഹു ബിജമീഇൽ കായിനാത് വബസറുഹു ബിജമീഇൽ മൗജൂദാത്തിൽ ബാഖിയാത്തുൽ ഫാനിയാത് വസംഉഹു ബിജമീഇൽ അസ്വാത് വഖബറുഹു ബിജമീഇൽ മുഖ്ബറാത്. എന്താണ്? അല്ലാഹു തആലമാണ് എല്ലാം കാണുന്നവൻ, അല്ലാഹു തആലമാണ് എല്ലാം കേൾക്കുന്നവൻ, അല്ലാഹു തആലമാണ് എല്ലാം അറിയുന്നവൻ. ഫഹാദാ വനഹ്വുഹു, ഇതുപോലത്തുള്ള അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ തൗഹീദുൻ അല്ലാഹു തആലക്ക് മാത്രമാണ് ആക്കേണ്ടത്, വാജിബുൻ നിർബന്ധമാണ്, ബിൽ ഇജ്മാഇ ഇജ്മാ കൊണ്ട്, മിൻ അഹ്ലിൽ ഹഖ് അഥവാ അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ്, അഥവാ ഖുബൂരികളുടെ വിശ്വാസമല്ല. ലാ മുശാറകത ലി അഹദിൻ ഫീഹി, ഒരൊറ്റ സൃഷ്ടിയും അതിൽ പങ്കില്ല. അല്ലാഹു തആല കാണുന്നത് പോലെ കാണാനും കേൾക്കാനും അറിയാനും ഒരൊറ്റ സൃഷ്ടിക്കും പങ്കില്ല. അല്ലാഹു തആല എല്ലാം കാണുന്നു, എല്ലാം കാണൽ കഴിവ് ഒരു സൃഷ്ടിക്കുമില്ല. അല്ലാഹു തആല എല്ലാം കേൾക്കുന്നു, എല്ലാം കേൾക്കാനുള്ള സൃഷ്ടിക്ക് ഒരു കഴിവില്ല. അത് കാരണം നൽകപ്പെടാത്ത കഴിവുകളും ഉണ്ട് എന്നുള്ളത് അൽഹംദുലില്ലാഹ് ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടിരിക്കുന്നു എന്ന് ഇവിടെ പ്രഖ്യാപിക്കുന്നു. പിന്നെ കിതാബ് ഞാൻ പറഞ്ഞല്ലോ, കിതാബ് ഉദ്ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞു തരാം. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതനായ മുഫസ്സിറായ മുഹദ്ദിസായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ഗ്രന്ഥത്തിന് വ്യക്തമായി തന്നെ ഒരു ഗ്രന്ഥം തന്നെ ഇറക്കിയിട്ടുണ്ട്. അതാണ് മദാരിജുസ് സാലിഖീൻ ബൈന മനാസിൽ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. എന്തായാലും ആദ്യം ഓതിയപ്പോൾ എന്തായാലും ഗ്രന്ഥം ചോദിച്ചില്ല, ഇപ്പോഴെങ്കിലും ചോദിച്ചെന്നല്ലോ. ഇത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വ്യക്തമായി തന്നെ പറഞ്ഞ കാര്യമാണ്. ഇന്ന് ഇൻഷാ അല്ലാഹ് തരം താഴ്ന്നൊക്കെ ഇൻഷാ അല്ലാഹ് അതൊക്കെ വീണ്ടും മറുപടികളല്ലോ, അതിനുള്ള ഗണനത്തിനായിട്ട് നിങ്ങൾ കാത്തുന്നോളൂ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് കാണാം. പിന്നെ സുഹൈൽ യൂസുഫ് വിഷയത്തിലേക്ക് നല്ലോണം കടന്നു. ഇപ്പോ മുഹദ്ദിസായ മുഹർറിറായ ആര്? ഇബ്നുൽ ഖയ്യിമ. ഇബ്നുൽ ഖയ്യിം ഇബ്നു തൈമിയയുടെ ശിഷ്യനാണ്. ഇബ്നു തൈമിയ എന്ന് പറഞ്ഞാൽ ലോകത്ത് വഹാബിസം ആദ്യമായി കൊണ്ടുവന്ന ഈ ഇസ്തിഗാസ ശിർക്കാണ് എന്ന് പറഞ്ഞ ആദ്യത്തെ ആളാണ് ഇബ്നു തൈമിയ. ആ ഇബ്നു തൈമിയയുടെ ശിഷ്യനാണ് ഇബ്നുൽ ഖയ്യിം. ഉസ്താദിനെ പറ്റി മഹാന്മാര് പറഞ്ഞത് ലാലും മുള്ളിലും എന്നാണ്. അത് ശിഷ്യനായ ഇബ്നുൽ ഖയ്യിമിനും യോജിക്കും എന്നാണ് ട്ടോ. അപ്പൊ ഇബ്നുൽ ഖയ്യിമിനെ ലോകത്ത് സുന്നികൾ അംഗീകരിക്കുന്നുണ്ടോ? എന്നിട്ട് ഞങ്ങൾക്കെതിരെ തെളിവുകൊണ്ടുവന്നിരിക്കുന്നു. ഇബ്നുൽ ഖയ്യിം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് അത്ഭുതമുള്ളൂ. അത് ഇങ്ങക്കും നിങ്ങളെ കുട്ടികൾക്കും പേരക്കുട്ടികൾക്കും നാട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടി, ഞങ്ങളോടത് പറയണ്ട. ഇബ്നുൽ ഖയ്യിമിനെ ഞങ്ങൾ അർഹിക്കുന്ന അവജ്ഞതയോടുകൂടെ ചവിറ്റുകൊട്ടക്ക് അപ്പുറത്തേക്ക് വലിച്ചരാ. ചവിറ്റുകൊട്ടയിലൂടെ സ്ഥാനമില്ല, ഉറപ്പാണ് ഇബ്നുൽ ഖയ്യിമിനെ. പിന്നെ ഞങ്ങൾ ചോദിച്ച എന്തിനാ സുഹൈൽ സാഹിബ് വെറുതെ സമയം കളയാണ്? സാധാരണ സംവാദം പലയിടത്തിലും തൊള്ളയിട്ട് വെറുതെ അങ്ങനെ കീറലാണ്. നമ്മൾ ആലിമീങ്ങൾ എന്തും പറയാം, നിങ്ങൾ എന്നിട്ട് എന്താക്കും എന്തൊക്കെ പറയും. ആ ഒരു അവസ്ഥ ഉണ്ടാവരുത് പ്ലീസ്. ഞങ്ങൾ എത്ര ചോദിച്ചു, എത്ര നേരമായി ചോദിക്കുന്നത്, ഇത് ശിർക്കാണ് എന്ന് പറയുന്ന ഖുർആനിലെ ഒരു ആയത്ത് നിങ്ങൾ മഹാന്മാരുടെ ഉദ്ധരണി എന്നാ പിടിക്കാൻ തുടങ്ങി? നിങ്ങൾക്ക് ചക്കര കൊപ്പര അത് പറ്റുമോ? മഹാന്മാരുടെ ഉദ്ധരണി ഞങ്ങൾ ഉദ്ധരിച്ചാൽ അത് ഖുർആന് നേർട്ട് തന്നെ വേണം. നിങ്ങൾക്ക് എത്രയും ഉദ്ധരിക്കാം. ഞങ്ങൾ വീണ്ടും ചോദിക്കുന്നു സുഹൈൽ സാഹിബിനോട് സ്നേഹത്തോടുകൂടെ, മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങൾ, സൃഷ്ടി കഴിവിന് അതീതമായ കാര്യങ്ങൾ ചോദിക്കാൻ പറ്റൂല, അത് ശിർക്കാണ് എന്ന് പറയുന്ന ഖുർആനിലെ ഒരൊറ്റ ആയത്ത് ഓതാൻ പറ്റുമോ? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഞാൻ അതിനർത്ഥം പറഞ്ഞു, ഇയ്യാക നസ്തഈൻ. ആര്? ഇബ്നുൽ ഖയ്യിം മുഹദ്ദിസോ ഇബ്നുൽ ഖയ്യിം മുഫസ്സിറോ എന്നല്ലേ ഇവിടെ നമ്മുടെ സഹോദരൻ കൊണ്ടുവന്നത്? എന്നാൽ ഇബ്നുൽ ഖയ്യിം മുഹദ്ദിസ് മുഫസ്സിറുമാണെന്ന് അസ്സയൂത്തി റഹ്മഹുല്ലാഹ് തബഖാത്തുൽ ലഗവിയിൽ പറയുന്നു. അദ്ദേഹം മുഫസ്സിറാണ്, അദ്ദേഹം മുജ്തഹിദാണ്. വ്യക്തമായി തന്നെ അദ്ദേഹം പറയുന്നു. ഹാഫിദ് സുബൈക്കി പറയുന്നു, വജ്തഹദ വസാറ മിനൽ അഇമ്മത്തിൽ കിബാർ ബിത്തഫ്സീർ വൽ ഹദീസ്. ഇമാം സുയൂത്തി, നിങ്ങളുടെ പരമ്പരയിൽപ്പെട്ട സുയൂത്തി പറയുന്നു, അദ്ദേഹം തഫ്സീറിൽ
ഹിബാറിൽ ഉലമയിൽപ്പെട്ട പണ്ഡിതനാണ്, ഹദീസിൽ അതുപോലെ തന്നെ പണ്ഡിതനാണ് എന്ന് അസ്സുയൂത്തി പറയുന്നു. അതുപോലെ തന്നെ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാഹ് അദ്ദേഹം തന്നെ പറയുന്നു, ഇബ്നു തൈമിയ റഹ്മഹുല്ലാഹ് എന്ന പണ്ഡിതന് യാതൊരു സവിശേഷതയില്ലെങ്കിലും ഇബ്നുൽ ഖയ്യിം എന്ന ശിഷ്യം മാത്രമുണ്ടായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനം വളരുന്നു. കാരണം അത്രയും നല്ല ബെസ്റ്റ് പണ്ഡിതനാണെന്നുള്ളത് ഇബ്നുൽ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാഹ് പറയുന്നു. നിഷേധിക്കാൻ നട്ടലുള്ള ഏതെങ്കിലും മുസ്ലിയാക്കാരണ്ടിവ. പിന്നെ വാലിമുദില്ല എന്ന് ഇബ്നു ഹജർ ഹൈത്തമി പറഞ്ഞു എന്താണ്. എന്നാൽ ആ ഇബ്നു ഹജർ ഹൈത്തമിയുടെ സ്വന്തം ശിഷ്യനായ മുല്ല അലി ഖാരി റഹ്മത്തുള്ളാഹി പറയുന്നു, അല്ലാഹ് ഇത്ര വൃത്തികെട്ട ആരോപണയിൽ നിന്നും അല്ലാഹു തആല ഇബ്നു തൈമിയ്യയെയും അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിമിനെ രക്ഷിക്കട്ടെ. പിന്നെ അദ്ദേഹം പറയുന്നു, അഥവാ അബ്ദുല്ലാഹി അൽ ഹംബലി റഹ്മത്തുള്ളാഹി കിതാബിൽ നിന്ന് വ്യക്തമായി തന്നെ കാണാം, എന്ത് തബയ്യന ലഹു അന്നഹുമാ കാന മിൻ അഹ്ലി സുന്നത്തി വൽ ജമാഅ. അതോ വ്യക്തമായി തന്നെ മുല്ല അലി ഖാരി റഹ്മത്തുള്ളാഹി പറയുന്നു, വിശദീകരിക്കുന്നു, അവർ രണ്ടുപേരും അഹ്ലു സുന്ന വൽ ജമാഅത്തിന്റെ ആളുകളാണ്. ബൽ പോരാ, വമിൻ ഔലിയാഇ ഹാദിഹിൽ ഉമ്മത്തി, ഈ ഉമ്മത്തിന്റെ ഔലിയാക്കൾപ്പെട്ട ആളുകളാണെന്ന് മുല്ല അലി ഖാരി മിർകാത്തിൽ വ്യക്തമായി തന്നെ സ്വന്തം ഉസ്താദിനെ മറുപടി കൊടുക്കുന്നു. അതുകൊണ്ട് നിന്റെ പോലത്തെ ആളുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചവറ്റുകൊട്ടയിലേക്ക് ഇടുമെന്ന് മാത്രമേ പറയാനുള്ളൂ കുബുടികളെ. അതിനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അല്ലാഹു തആലക്ക് മാത്രമുള്ള കഴിവുകൾ അത് ഒറ്റ സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല. അത് വ്യക്തമായി തന്നെ നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങൾ ഹോദയായ സുബിഖി തന്നെ പറയുന്നു. എന്താണ്? ലാ യുസ്തഗാസു ബി ഹാദിൽ അംരി ലിഅന്നഹു മിമ്മാ യസ്തഅജിറുല്ലാഹു തആല ബിഹി. എന്നിട്ട് അല്ലാഹുവിനോട് മുഹാലായ കാര്യം ചോദിക്കാൻ പാടുപോലെ കദാലിക ലാ നസ്അലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടും ചോദിക്കാൻ പാടില്ല. ഇല്ല. അപ്പൊ സുഹൈല് ഇപ്പൊ ഇബ്നുൽ ഖയ്യിമിന്റെയും ഇബ്നു തൈമിയയുടെയും മദ്ഹ് പറയാൻ ഞങ്ങൾ വീണ്ടും പറയുന്നു, അത് നിങ്ങളുടെ ആൾക്കാരുടെ മുമ്പ് പറഞ്ഞാൽ മതി. ഞങ്ങൾ വലിച്ചെറിയുകയാണ് ഇബ്നുൽ ഖയ്യിമിനെ, വലിച്ചെറിയുകയാണ്. എന്തേ കാരണം? ഇബ്നുൽ ഖയ്യിം ആലിമല്ല എന്നോ അദ്ദേഹത്തിന് ഇൽമില്ല എന്നോ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. വിശ്വാസപരമായ ഇസ്തിഗാസയുടെ വിഷയത്തിൽ ഇബ്നു തൈമിയക്ക് പറ്റിയ അപാകത എന്താണോ അത് എല്ലാം ഇബ്നുൽ ഖയ്യിമിനും പറ്റിയിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിമിനും ഇബ്നു തൈമിയക്കും ആ അപാകത പറ്റിയിട്ടുണ്ട്. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി മഹാനവർകൾ വിശദീകരിക്കുന്നത് കാണാം. ഇബ്നുൽ ഖയ്യിം ആലിമാണ്, അദ്ദേഹം തഫ്സീർ എഴുതിയിട്ടുണ്ട്, അദ്ദേഹം ഹദീസ് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഹദീസുകളൊക്കെ വിശദീകരിച്ചിടത്ത് വിശ്വാസപരമായ ഇസ്തിഗാസയുമായി ബന്ധിക്കുന്ന വിഷയങ്ങളിൽ ഇബ്നുൽ ഖയ്യിം നടത്തിയ പ്രസ്താവനകളെല്ലാം പരിശുദ്ധമായ ദീനിന് നിരക്കാത്തതാണ് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തൈമിയയെ കുറിച്ച് ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞ വാക്കെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പറ്റൂലെന്നും റസൂലുള്ളാഹി തങ്ങളെ സഹായം ചോദിക്കാൻ പറ്റൂലെന്നും എന്നുള്ള ഇബ്നു തൈമിയുടെ വാദമാണ് അദ്ദേഹം കൊണ്ടുവന്നതിൽ ഏറ്റവും വഷളൻ വർത്താനമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ തള്ളുകയാണ്. ഞങ്ങൾ ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല ഇബ്നുൽ ഖയ്യിമിനെ. അതുകൊണ്ട് നിങ്ങളാ ഉദ്ധരിച്ചത്. ഇനി ഇബ്നുൽ ഖയ്യിമിനെ ഞങ്ങൾ ചോദിച്ചതെന്താ? ആയത്തല്ലേ? ആയത്തിലുണ്ടോ? നിങ്ങൾ സമ്മതിച്ചല്ലോ ആയത്തിലില്ല. ആയത്തിലൊരു ആയത്ത് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? ഇബ്നുൽ ഖയ്യിമിനെ സമ്മതിക്കുകയാണ് എങ്കിൽ തന്നെ ഞങ്ങൾ ചോദിച്ചത് ആയത്താണ്. ആയത്തുണ്ടോ? ശിർക്ക് വ്യാഖ്യാനിക്കാൻ വേണ്ടിയാണ് ഖുർആൻ വന്നത്. ഖുർആൻ ശിർക്കുകൾ ഒരുപാട് വിവരിച്ചിട്ടുണ്ട്. അങ്ങനെ മനുഷ്യ കഴിവിന് അതീതമായ വിഷയങ്ങൾ ചോദിക്കൽ ശിർക്കാണ് എന്ന് പറയുന്ന ഖുർആനിൽ ഒരായത്തോതണം. നിങ്ങൾ കൊടുത്ത കഴിവ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാത്ത കഴിവ് എന്ന് മഫ്ഹൂമുമലൊക്കെ പിടിച്ചിട്ട് അത് ചില കലാമിനെ മഫ്ഹൂം ഉണ്ടാവും, ചിലതിന് ഉണ്ടാവൂല. അതൊക്കെ കിതാബ് അൽഹംദുലില്ലാ. ഇബ്നുൽ ഖയ്യിം മുഹദ്ദിസോ ഇബ്നുൽ ഖയ്യിം മുഫസ്സിറോ എന്ന് പറഞ്ഞപ്പോൾ ഇബ്നുൽ ഖയ്യിം ആലിം തന്നെയാണ്, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തഫ്സീർ രചിച്ചിട്ടുണ്ട്, ഇബ്നുൽ ഖയ്യിം മുഹദ്ദിസ് തന്നെയാണ് എന്ന് നിങ്ങളുടെ വായ കൊണ്ട് തന്നെ അടുത്ത നിമിഷം എന്ത് ചെയ്തു? മറുപടി നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. അൽഹംദുലില്ലാ. അതാണ് ഞാൻ പറഞ്ഞത്. മുല്ല അലി ഖാരി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ അവർ ഈ ഉമ്മത്തിന്റെ ഔലിയാക്കളാണ്. അഥവാ അന്നഹുമാ കാന മിൻ അഹ്ലി സുന്നത്തി വൽ ജമാഅ. പോരാ, ബൽ മിൻ
ഔലിയാ ഹാദിൽ ഉമ്മ. അപ്പൊ ആ വലിയങ്ങളൊന്നും എന്ത് ചെയ്യില്ല, നിങ്ങൾ ഇനി തെറി പറയാൻ നോക്കണ്ട. പിന്നെ ഇബ്നു ഹജർ അസ്കലാനി പറഞ്ഞിട്ടുണ്ട് അത്ര. ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാ അല്ല അത് പറഞ്ഞത്. അതിന്റെ നിങ്ങൾക്ക് വായിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ അത് ആരിൽ നിന്ന് നക്കൽ ചെയ്യുന്നതോടും പറ, എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ മറുപടി പറഞ്ഞുതരാം. എന്തായാലും ഇപ്പൊ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വ്യക്തമായി തന്നെ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന് ഈ മരണപ്പെട്ടവരോട് ചേർക്കുന്നത് അതാണ് അടിസ്ഥാനപരമായ ശിർക്ക് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അഹ്ലുസ് സുന്നah വൽ ജമാഅത്തിന്റെ ഇമാമിനാണ്. പിന്നെ നിങ്ങളുടെ വക പല കാര്യങ്ങളും അത് വിശ്വാസത്തിന് പറ്റില്ല, അതൊന്നും ഇവിടെ അത് നിങ്ങളുടെ വക ഒന്നും വേണ്ട. ഉദ്ധരിക്കൂ കിതാബ്, ഉദ്ധരിക്കൂ ഇബാറത്ത്, ഇന്നത് ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ ഇവിടെ കൊടുക്കാത്ത കഴിവുകളുണ്ടോ എന്നൊക്കെയാണ്, അതാണ് ഞാൻ പറഞ്ഞത്. കൊടുക്കാത്ത കഴിവുകൾ തന്നെയാണ്. അതാണ് ഇമാം ഖറാഫി റഹിമഹുല്ലാഹ് അഥവാ ഫാഖിഹാനി റഹിമഹുല്ലാഹ് ഉസ്താദായ ഇസ്ലാം ഇസ്ലാമിന്റെ ശിഷ്യനായ അദ്ദേഹം പറയുന്നു, അഥവാ ഫയതഅല്ലഖു ഇൽമുഹു ജമീഉൽ മഅലൂമാത് വഇറാദതു ബിജമീഇൽ കായിനാത് വബസറു ബിജമീഇൽ മൗജൂദാത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഫഹാദാ വനഹു തൗഹീദുൻ വാജിബുൻ ബിൽ ഇജ്മാഇ മിൻ അഹ്ലിൽ ഹഖ് ലാ മുശാറകത ലിഅഹദിൻ ഫീഹി. ഈ കഴിവുകളും ഈ വിശേഷണങ്ങളൊക്കെ അല്ലാഹു തആലക്ക് മാത്രം ഏകത്വമാക്കേണ്ട കാര്യങ്ങളാണ്. ഒരൊറ്റ സൃഷ്ടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടു, അവരെയും ബന്ധിയമല്ല, അതിൽ പങ്കു ചേർക്കാൻ പാടില്ല. അങ്ങനെ ഒരു കഴിവ് ആർക്കില്ല, ഒരൊറ്റ സൃഷ്ടികൾക്കും ഇല്ല എന്ന് പഠിപ്പിച്ചു. ഇനി ഹദീസമല്ലോ ഇദാ സഅൽത ഫസ്അലില്ല. അതുപോലെ തന്നെ ലാ യുസ്തഗാസു ബി ഇന്നമാ യുസ്തഗാസു ബില്ലാഹ് എന്നുള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബിക്ക് ഉത്തരം ചെയ്യാത്ത കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കഴിവിൽപ്പെടാത്ത, നബി സല്ലല്ലാഹുവിന്റെ അധീനിൽ മാത്രമുള്ള കാര്യങ്ങൾ ഒരിക്കലും ചോദിക്കാൻ പാടില്ല. നബിക്ക് ഉത്തരം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നബിയോട് ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് നിങ്ങളുടെ സ്വന്തം സുബുക്കി തന്നെയാണ്. അദ്ദേഹം ലാ യുസ്തഗാസു ബി ഇന്നമാ യുസ്തഗാസു ബില്ലാഹ്. അപ്പോ സുഹൈൽ യൂസഫ് ഇപ്പൊ നല്ല സെറ്റപ്പിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഇബ്നുൽ ഖയ്യിം മുഹദ്ദിസാണെന്ന് പറഞ്ഞു, സംശയമുണ്ടോ? അദ്ദേഹത്തിന്റെ ഇത്തിഖാദ് പരമായി അദ്ദേഹത്തിന് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹത്തിന് വന്നു, അതുകൊണ്ട് അദ്ദേഹത്തിനെ തള്ളുന്നു വീണ്ടും തള്ളുന്നു. അതിലൊരു സംശയമില്ല പൊന്നെ. അയാൾ കിതാബ് രചിച്ചിന്, അതുകൊണ്ടല്ലേ നിങ്ങൾ വായിച്ചത്? ഇല്ല ഞങ്ങൾ പറഞ്ഞോ? കിതാബ് രചിച്ചിട്ടുണ്ട്, ഇബ്നു തൈമിയന്റെ ശിഷ്യനല്ലേ. പിന്നെ നിങ്ങൾ പറഞ്ഞത് ആയത്ത് നമ്മൾ ചോദിച്ചു, ആ ആയത്ത് വിട്ടു. പിന്നെ നിങ്ങൾ പറഞ്ഞ എന്താണ് അള്ളാഹു താല കൊടുക്കുന്ന കഴിവ്, അതല്ലേ ഞങ്ങളും പറഞ്ഞത്. അള്ളാഹു കൊടുക്കുന്ന കഴിവ്, ആ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന കഴിവിൽ നിന്ന് ചോദിക്കാം. അതാണ് നിങ്ങൾ ഉദ്ധരിച്ച ഇമാം ഫാഖിഹാനിയുടെ ഉസ്താദിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹവും പറയുന്നത്. എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന അള്ളാഹുവിന്റെ കാഴ്ച അത് എല്ലാത്തിനെയും ബന്ധിക്കുന്നു, അള്ളാഹുവിന്റെ കേൾവി എല്ലാത്തിനെയും ബന്ധിക്കുന്നു. ആ ഒരു വിഷയത്തിൽ ഒരു സൃഷ്ടിയും അള്ളാഹുവിനോട് മുശാരിക്കില്ല. ഞങ്ങളും പറയുന്നതാ, ഒരു സൃഷ്ടിക്കും മുശാറക്കത്തില്ല. പക്ഷേ അള്ളാഹു കൊടുത്താൽ അവർക്ക് അള്ളാഹുവിന്റെ കേൾവി അള്ളാഹു അവർക്ക് കൊടുക്കും, അള്ളാഹുവിന്റെ കാഴ്ച അള്ളാഹു അവർക്ക് കൊടുക്കും. അതെപ്പോഴാ കൊടുക്കുക? നിങ്ങൾ ചോദ്യത്തിന്റെ അവസരത്തിൽ പിന്നെ കിതാബ് ഉദ്ധരിക്കൂ. ഹബീബേ, ഇത് മറുപടി പറയേണ്ട അവസരമാണ്, മറന്നുപോയോ? മറുപടി പറയേണ്ട അവസരമാണ്. നിങ്ങൾ ചോദിച്ചോളൂ ഞങ്ങളോട്. ഞങ്ങൾ ഇങ്ങനെ നിങ്ങളെ മാതിരി ബബ്ബടിച്ച് വെറുതെ സമയം കളയുന്നില്ല. അതുകൊണ്ട് പിന്നെ ലാ യുസ്തഗാസു ബി ഇന്നമാ അൽഹംദുലില്ലാ. എന്തായാലും ഇപ്പൊ സൂറമായതല്ല 55-56 ഒക്കെ എന്തായാലും ഈ വിഷയമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള എല്ലാവർക്കും തെളിഞ്ഞല്ലോ. എന്തായാലും ഇമാം ഖറാഫി റഹിമഹുല്ലാഹ് പറഞ്ഞത് അങ്ങനെ കഴിവ് കൊടുത്താൽ കുഴപ്പമില്ല. അങ്ങനെ ഒരു വാചകം നിങ്ങൾക്ക് ഇമാം ഖറാഫിയുടെ കിതാബിൽ നിന്നും ഉദ്ധരിക്കാൻ കഴിയില്ല. മറിച്ച് അള്ളാഹുവിന് മാത്രം നൽകപ്പെട്ട കഴിവുകൾ, ആ കഴിവുകൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലും ശിർക്കാണ് എന്ന് അദ്ദേഹം പറഞ്ഞത്. അഥവാ അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നു, ഒരു തെമ്മാടി അഥവാ ഒരു ഹമുക്ക് അദ്ദേഹം അള്ളാഹു
തആല ചോദിക്കുന്നു അയ്യുവഫിറ ഇലൈഹി മിൻ ഉമൂരിൽ ആലമി മാ ഹുവ മുഖ്തസൻ ബിൽ ഖുദ്റതി വൽ ഇറാദത്തി റബ്ബാനിയ. അല്ലാഹുവിന്റെ കഴിവിൽ മാത്രമുള്ള കാര്യങ്ങൾ അത് അല്ലാഹു തആല എനിക്ക് നൽകാൻ വേണ്ടി ചോദിക്കുന്നു ഒരു ഹമക്ക്. ഓക്കെ, എന്നിട്ട് പറയുന്നു വഖദ് ദല്ലൽ ഖാതിഉൽ അഖലി വലാ ഇസ്തിഹാലത്തി സുബൂത് ദാലിക ലിഗൈരില്ലാഹി തആല. അല്ലാഹുവിന് പുറമെ മറ്റുള്ളവർക്കും അങ്ങനെ കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നത് തന്നെ അതെന്താണ് മുഹാലായ കാര്യമാണ്. ഫയകൂനു തലബു ദാലിക, അങ്ങനെ അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞാൽ തലബൽ ലിശരീകതി മഅല്ലാഹി തആല, അല്ലാഹുവിനോട് ശരീക്കിനെ ചോദിക്കുന്നത് പോലെയാണ് ആ ചോദ്യം. അതുകൊണ്ട് ആ അല്ലാഹു തആല അങ്ങനെ കഴിവ് കൊടുക്കുന്നു മാത്രമല്ല ആ കഴിവ് അല്ലാഹുവിൽ നിന്ന് ചോദിക്കുന്നത് പോലും അല്ലാഹുവിനോട് പങ്കിനോട് ചോദിക്കുന്ന പോലെയാണ് എന്ന് വ്യക്തമായി തന്നെ ഇമാം ഖറാബി റഹ്മത്തുള്ളാഹി ഇസ്ലാമിന്റെ ശിഷ്യൻ ഫാഖിഹായ ഉസ്താദ് പറയുന്നു. പിന്നെ അദ്ദേഹം പറയുന്നു ജാഹിലീങ്ങളായ സൂഫികൾ അഥവാ നിങ്ങൾ അവർ വ്യക്തമായി തന്നെ ഈ വിഷയത്തിൽ പിഴച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം ഇബാറത്ത് സഹിതം വ്യക്തമായി തന്നെ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത അവസരത്തിൽ പറഞ്ഞുതരാം. എന്താണ് പിന്നെ ലായിസ്വാഖ് എന്ന് പറഞ്ഞാൽ മനുഷ്യ കഴിവിന് അതീതമാണോ? ഇവിടെ വ്യക്തമായി തന്നെ നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളോട് സുബക്കി പറയുന്നു ലായിസ്വാഖ് ബി ഹാദിൽ അംരി, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ പാടില്ല ഈ വിഷയത്തിൽ. ലിഅന്നഹു മിമ്മാ യസ്തഅദിറുല്ലാഹു തആല ബിഹി, കാരണം അത് അല്ലാഹു തആല ദീനത്തിൽ മാത്രമുള്ള കാര്യമാണ് ആ സഹായത്തേട്ടം. എന്നിട്ട് പിന്നെ പറയാം വലാ ശക്ക, സംശയമില്ല, അന്ന മിൻ അദബി സുആൽ, ഒരു ചോദ്യത്തിന്റെ അദബിൽപ്പെട്ട ഒരു കാര്യമാണ് അയ്യകൂനൽ മസ്ഊലു മുൻകിന, അഥവാ ഈ ചോദിക്കർത്താവ് എന്തായിരിക്കാം ഉത്തരം നൽകാൻ കഴിവായിരിക്കാം. ഏതുപോലെ അല്ലാഹുവിനോട് മുഹാലായ കാര്യങ്ങൾ ചോദിക്കാത്ത പോലെ കദാലിക ലാ നസ്അലു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ പാടില്ല. ലാ നസ്അലു, ചോദിക്കാൻ പാടില്ല നബിയോട് ഇല്ലാ മാ യുംകിനു അൻ യുജീബ ഇലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉത്തരം ചെയ്യാത്ത കാര്യങ്ങൾ നബി സല്ലല്ലാഹു നിങ്ങള് തുടങ്ങുമ്പോ 4-5 അൽഹംദുലില്ലാ ചൊല്ലിയാലേ ഇങ്ങക്ക് വെറുതെ പിന്നെ കൂലി കിട്ടും, ശരി തന്നെയാണ്. പക്ഷെ എന്താന്ന് വെച്ചാല് ആൾക്കാർ കേൾക്കേണ്ടുള്ള ഒരു ബോധം വേണം. വെറുതെ അൽഹംദുലില്ലാ ഇങ്ങനെ ചെല്ലുമ്പോഴേ ആൾക്കാർ പലതും തെറ്റിദ്ധരിച്ചു. പിന്നെ എന്താണ് ആയത്ത്, സൂറത്തുൽ മാഇദയുടെ ആയത്തുമായിട്ട് ഒരു ബന്ധമില്ലല്ലോ. നിങ്ങൾ എന്താ വാദം എഴുതിയത്? നിങ്ങൾ സുഹൈൽ യൂസുഫ് വാദം വായിച്ചില്ലേ? നിങ്ങളെ വാദം എന്തായിരുന്നു? ആ വാദത്തിൽ നിങ്ങൾ രണ്ടാമത് എഴുതി എന്ത്? അതുകൊണ്ട് തന്നെ ഈ തേട്ടം അത് ശിർക്കാണ് എന്ന് നിങ്ങൾ തെളിയിക്കും. ആദ്യം പറഞ്ഞു മനുഷ്യ കഴിവിന് അതീതമായ, സൃഷ്ടി കഴിവിന് അതീതമായ തേട്ടത്തിൽ പിന്നെ തെളിവല്ല, സുന്നികൾ നടത്തുന്ന തേട്ടത്തിന് തെളിവല്ല സൂറത്തുൽ മാഇദയുടെ ഈ ആയത്ത്. എന്നിട്ട് നിങ്ങൾ എഴുതി ഇത്തരം തേട്ടം ശിർക്കാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു മനുഷ്യ കഴിവിന് അതീതം എന്ന് നിങ്ങൾ വാദത്തിൽ കൊണ്ടുവന്നപ്പോഴാണ് ഞങ്ങൾ ആ വാദത്തിന്റെ മർമ്മത്തിൽ കുത്തിയൊരു ചോദ്യം ചോദിച്ചത്. ആരാണ് മനുഷ്യ കഴിവിന് അതീതം വിധേയം എന്ന് പറയുന്ന ഒരു വ്യത്യാസം അത് ശിർക്ക് തൗഹീദ് എന്ന രൂപത്തിൽ കൊണ്ടുവന്നത്? മിസ്റ്റർ സുഹൈൽ യൂസഫ്, എന്താണ് ഓഫുള്ളി സൂറി? നിങ്ങൾക്ക് കഴിഞ്ഞില്ല പറയാൻ ആയത്ത് ഉദ്ധരിക്കാൻ. ഹദീസ് ചോദിച്ചു, ഹദീസ് പറഞ്ഞില്ല. പിന്നെ സുബുക്കി ഇമാം ഉദ്ധരിച്ചു. സുബുക്കി ഇമാം എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കഴിയാത്ത ഒരു വിഷയത്തിൽ ചോദിക്കരുത്. നമ്മൾ പറയുന്നതാണ്. നമുക്കെന്താ എതിർപ്പുണ്ടോ? കഴിയാത്തൊരു വിഷയം റസൂലുള്ളാഹിക്ക് കഴിയോ ഇല്ലേ അത് നിങ്ങൾ പറ. റസൂലുള്ളാഹിക്ക് നിങ്ങൾ ചോദിക്കൂ, അപ്പൊ ഇൻഷാ അല്ലാഹ് മറുപടി പറയും. അപ്പൊ ഞങ്ങൾ ആയത്ത് ചോദിച്ചിട്ട് ആയത്ത് നിങ്ങൾ ഓതിയില്ല. പിന്നെ ഇമാം ഖറാഫി ഉദ്ധരിച്ചത്, ഞാൻ ഇമാം ഖറാഫി ഉദ്ധരിച്ചിട്ട് ഞാൻ എന്താ പറഞ്ഞത്? ഇമാം ഖറാഫി അല്ലാഹു തആല കൊടുക്കുമെന്ന് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇമാം ഖറാഫി പറഞ്ഞു അല്ലാഹുവിനോട് മുശാരിക്കില്ല. അത് ഞങ്ങൾ അൽഹംദുലില്ലാ. എന്തായാലും ആൾക്കാർ കേൾക്കുന്നുണ്ടോ നിങ്ങൾ ഈ തക്ബീറും അതുപോലെ തന്നെ തഹ്ലീലൊക്കെ പറഞ്ഞത്? ഞാൻ ആൾക്കാർ കേൾക്കാനല്ല, അല്ലാഹു തആല കേൾക്കും. കാരണം അല്ലാഹു തആല മാത്രമാണ് എന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് അല്ലാഹു തആലക്ക് മാത്രമേ കേൾക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണോ കളങ്കമാണോ എന്ന് അല്ലാഹു തആല തീരുമാനിക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ ചില സൂറത്ത് മാഇദയെ ആ ആയത്തിനെ സംബന്ധിച്ച് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതല്ല അതിന്റെ ആ വിഷയമൊന്നുമില്ല, ആ വിഷയം തന്നെ അതന്നെ മറുപടി പറഞ്ഞത്. പക്ഷെ ഇപ്പോ ആ ചോദ്യം പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞപ്പോ സൂറമായിട്ടുള്ള ചോദ്യം വന്നിരിക്കുന്നത് എന്തെങ്കിലും ഇൻഷാ അല്ലാഹ് അതിനെ കുറിച്ചൊക്കെ മറുപടി പറയാം. പിന്നെ പറഞ്ഞാൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം ചെയ്യാത്ത കാര്യങ്ങൾ ചോദിക്കണ്ട. അപ്പോ ഏതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം ചെയ്യാൻ പറ്റാത്ത കാര്യം, ഏതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ പറ്റുന്ന കാര്യം?
അപ്പൊ ഞാൻ വീട്ടിലില്ല ലിസ്റ്റ് ഉണ്ടല്ലോ, ഒത്തങ്കടിയിൽ പേരോട് പറഞ്ഞല്ലോ, ആ ലിസ്റ്റ് ഒന്ന് പ്രസിദ്ധീകരിക്കാൻ പറഞ്ഞില്ലേ? ഞങ്ങൾ പറയുന്നു ആ ലിസ്റ്റ് തന്നെയാണ് സൃഷ്ടിക്കഴിയുന്നതീതം, അള്ളാഹുവിന് മാത്രം കഴിയാവുന്ന. അതാണ് ഇവിടെ സുബ്ഹി തന്നെ പറയുന്നത്. എന്താ സുബ്ഹി പറയുന്നറിയോ? ലാ യുസ്തഗാസു ബി ഫീ ഹാദിൽ അംരി ലിഅന്നഹു മിമ്മാ യസ്തഅ്സിറുല്ലാഹു തആല ബിഹി, അള്ളാഹുവിന്റെ അധീനത്തിൽ മാത്രമുള്ള കാര്യമായത് കൊണ്ട് തന്നെയാണ് അവിടെ ലാ യുസ്തഗാസു ബി എന്ന സുബ്ഹി ശിഫാഉ സഖാൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറയാത്ത കാര്യങ്ങൾ നബിയോട് ചോദിക്കാൻ പാടില്ല. അപ്പൊ നബിയോട് ചോദിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെന്ന് ഈ സംവാദത്തിൽ സമസ്തക്കാർ എന്തിരിക്കുന്നു? സമ്മതിച്ചിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സംവാദം വലിയ വിജയമാണ്. പിന്നെന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഞാൻ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആയത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ കേവലം ഞാൻ ഇബ്നുൽ ഖയ്യിം മാത്രമല്ല, ഇബ്നു തൈമിയ മാത്രമല്ല, നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളുടെ ഹോജായ, നിങ്ങൾ അശ്അരിയിലെ വലിയ പണ്ഡിതനായ അദ്ദേഹം തന്നെ പറയുന്നു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിയദുല്ല ദാലിക അലാ അന്ന തിൽക റുത്ബത്തുൽ ഹാസിലത ബിസബബിൽ ഇബാദ മാ ഹസലത് മിൻ ഖുവ്വത്തിൽ അബ്ദി, മാ ഹസലത് മിൻ ഖുവ്വത്തിൽ അബ്ദി. അത് അബ്ദ് അഥവാ അടിമയുടെ കഴിവിൽ പെട്ട കാര്യമല്ല, അത് ഹാസിലാകുന്നില്ല. ബൽ ഇന്നമാ, മറിച്ച് നിശ്ചയമായും ഹസലത് ബിഇആനത്തില്ലാഹി തആല, അല്ലാഹുവിന് മാത്രമാണ് സഹായത്തിന് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് അവിടെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ശേഷം അല്ലാഹുവിനോട് ഹിദായത്തും മാരിഫത്തും ചോദിക്കുന്നത്. അത് എന്താ സുഹൈൽക്ക ഇങ്ങനൊക്കെ ആയാല്? ഞാൻ അങ്ങനെ ഓർത്തു പോവാണ്. മഞ്ചേരങ്ങാടിയിൽ പെണ്ണുണ്ടായിരുന്നു ഒരാൾ അടിക്കാൻ വേണ്ടിട്ട് ഒരു പിരാന്തം പറയണ്, അടിക്കാനുള്ളവര് വരികടോ, അടിക്കാനുള്ളവര് വരികടോ. അവസാനം ഒരാൾ ചെന്നു, ഇന്ന് നമുക്കൊന്ന് അടിച്ചു നോക്കിയല്ലേ. അപ്പൊ പിന്നെ പിരാന്തം പറഞ്ഞെന്താ അറിയോ? ഇനി ഞങ്ങളോട് രണ്ടാളോട് അടിക്കാനുള്ള ആരാളുള്ളത്? ഇതുപോലെയാണ് നിങ്ങളെ സംസാരം. ഇത്രയും നേരം ഞങ്ങൾ ആകെ പറഞ്ഞെന്താ അറിയോ? അല്ലാഹു തആല നൽകുന്ന കഴിവ് കൊണ്ട്, അല്ലാഹു തആല നൽകുന്ന കഴിവ് കൊണ്ട് മഹാന്മാർ സഹായിക്കുമെന്നാണ്, അവരോട് സഹായം തേടാമെന്നാണ്. അപ്പോ നിങ്ങൾ ഇപ്പൊ പറഞ്ഞെത്തിയത് എന്താ? അല്ലാഹു തആല അല്ലാഹു തആല നൽകാത്ത ഒരു കഴിവ് കൊണ്ടും അതെ സൃഷ്ടികൾക്ക് സ്വന്തം കഴിവില്ല, അപ്പൊ സൃഷ്ടികൾക്ക് സ്വന്തമായ ഒരു കഴിവില്ല. എന്നിട്ട് നിങ്ങൾ ഇബാറത്ത് വായിച്ചതോ മാ ഹസലത്ത് മിൻ ഖുവ്വത്തിൽ അബ്ദി ബൽ ഇന്നമാ ഹസലത്ത് ബിഇആനത്തില്ല. ഇതല്ല ഞങ്ങൾ വായിച്ചു വെച്ചത്. അതന്നെ പിന്നെ പൊന്നാര ഹബീബെ ഞങ്ങളൊക്കെ പറഞ്ഞത്. അള്ളാഹുവിന്റെ സഹായമില്ലാതെ ഒന്നുവിടല്ല. അല്ലാഹു തആല നൽകുന്ന കഴിവ് മാത്രമേ ഉള്ളൂ. അല്ലാഹു തആല നൽകുന്ന കഴിവ് മാത്രമേ ഉള്ളൂ. അപ്പൊ അല്ലാഹു തആല നൽകുന്ന കഴിവ് കൊണ്ട് മുഅ്ജിസത്ത് കറാമത്ത് എന്ന് പറഞ്ഞ അല്ലാഹു തആല നൽകുന്ന കഴിവ് തന്നെയാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ എന്തൊരു ഇബാറത്ത് വായിച്ചാലും അത് നിങ്ങൾക്ക് എതിരെന്നെ കുത്തിയ എന്താ സുബ്ഹാനല്ലാഹ്, എന്താ ഇങ്ങനെയൊക്കെ ആയാല്. പിന്നെ ഞങ്ങൾ അല്ലെങ്കിൽ പിന്നെ അല്ലാഹു തആലാന്റെ ആ ഒരു കഴിവ് ഞങ്ങൾ ചോദിക്കണം. അതെങ്ങനെ ഉണ്ടാവുമോ? അള്ളാന്റെ കഴിവ് എങ്ങനെ നമ്മൾ ചോദിക്കോ? എന്താണ് ഇങ്ങനെ ആയാല്? പിന്നെ ഞമ്മക്കിപ്പോ കഴിവില്ലേ? ആ കഴിവ് എങ്ങനെ? അല്ലാഹു തആല നൽകിയ കഴിവാണ്. അപ്പൊ ഞമ്മക്ക് ഒരു കഴിവില്ലാന്നാ? അത് അള്ളാഹ് നൽകിയ കഴിവാണ്. ആ കഴിവാണ് ഇപ്പോൾ ഉള്ളത്. ഈ കഴിവ് തന്നെയാണ് അല്ലാഹു തആല മഹാന്മാർക്ക് നൽകുന്നത്. ഏത്? അല്ലാഹു തആല നൽകുന്ന കഴിവ്. ആ കഴിവാണ് നമ്മളും ചോദിക്കുന്നത്. അപ്പൊ ഇനി ഒന്നുമില്ല ഞങ്ങൾക്ക്. പിന്നെ എവിടെത്തി? നമ്മൾ ഇന്നമാ വലിയക്കുമുല്ലാഹു, അള്ളാഹുവും അവന്റെ റസൂലും മുഅ്മിനീങ്ങളായ ആളുകളും അവരെല്ലാവരും സഹായിക്കുന്നവരാണ്, സഹായികളാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ചോദിച്ചു, നിങ്ങളും ജീവിതകാലത്ത് മാത്രമേ ബാധകമാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, എന്ത് മരിച്ച ആളുകൾക്ക് ബാധകമല്ല എന്നോ, അല്ലെങ്കിൽ ജീവിതകാലത്തുള്ളവർ മാത്രമേ ഇതിൽ പെടുകയുള്ളൂ എന്നോ ഏതെങ്കിലും ഒരു മുഫസ്സിർ ചോദിച്ചിട്ടുണ്ടോ? എന്താ നിങ്ങൾക്ക് മറുപടി പറയാനില്ലേ? എന്താ മറുപടി പറയാത്തത്? എന്താ സുഹൈൽ ഭായി പറയൂ നിങ്ങൾ മറുപടി. ഇത് ജീവിതകാലത്തേക്ക് മാത്രം ഖാസാകുന്നു. അതിന് തസ്സീസ് കൊണ്ടുവരൂ. ഇത് ആമായ ഒരു വിഷയമാണ്. അതിന് തസ്സീസ് കൊണ്ടുവരൂ. മുഖസ്സിസ് വല്ലതുണ്ടെങ്കിൽ പറയൂ. അതുകൊണ്ട് മഹാന്മാരായ ആളുകൾ അവർക്ക് അല്ലാഹു തആല നൽകുന്ന കഴിവ് കൊണ്ട് അതല്ലാതെ സ്വന്തമായ അടിമകൾക്ക് കഴിവുണ്ട് എന്ന് ഞങ്ങൾ വാദിച്ചിട്ടില്ല. ആ ഒരു വാദം ഞങ്ങളുടെ മേൽ കെട്ടിച്ചമക്കുകയാണ്. അതുകൊണ്ട് മുജാഹിദുകളെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഈ സുഹൈൽക്ക് പറയാൻ കഴിയുന്നില്ല. എന്ത് ഇനി ഇന്നമാ വലിയക്കുമുല്ലാഹു ഇതിന് തഖ്സീസ് ഉണ്ടോ? ഇത് ജീവിതകാലത്തേക്ക് എന്ന് മാത്രം ഏതെങ്കിലും മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ആയത്തും ഹദീസും മറ്റൊക്കെ നിങ്ങൾ എന്തായാലും പറഞ്ഞിട്ടില്ല. ഇതെങ്കിലും ഒന്ന് പറഞ്ഞാൽ
ഇപ്പൊ പിരാന്തിന്റെയും അതുപോലെ തന്നെ പല മലപ്പുറം ഭാഷകളൊക്കെ നമ്മളുടെ സലാഹുദ്ദീൻ എന്ന് പറയുന്ന സുഹൃത്ത് പറയുന്നു. എന്തായാലും അതിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ ആ ദർസിൽ പോയിട്ട് നിങ്ങൾ ഉസ്താദ്മാരോടും അതുപോലെ തന്നെ മറ്റുള്ളവരോടും പറഞ്ഞാൽ മതി. ഇവിടെ കിതാബ് കൊണ്ടുള്ള കളിയാണ്. മുഅ്ജിസത്ത് അവരുടെ കഴിവല്ല വഹുവ ഖാരിജുൻ അൻ ഖുദ്റതിഹിം, അത് അവരുടെ കഴിവിന് പുറത്താണ്. ഖറജ യഖ്റുജു ഖാരിജുൻ അൻ ഖുദ്റതിഹിം, പുറത്താണ്. മുഅ്ജിസത്ത് അവരുടെ കഴിവിന് പുറത്താണ്. ഫലം യഖ്ദിറു അലൽ ഇത്യാൻ ബിമിസ്ലിഹി, അവർക്ക് അങ്ങനെ കഴിയില്ല, അതേപോലെ കൊണ്ടുവരാൻ കഴിയില്ല. കഇഹ്യാഇൽ മൗത വഖൽബിൽ അസ്ഹയതൻ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത വ ഇൻശഖാഖിൽ ഖമർ, അതൊന്നും ഒരിക്കലും അവരുടെ കഴിവല്ല, മറിച്ച് വഹുവ ഖാരിജുൻ അൻ ഖുദ്റതിഹിം മിമ്മാ ലാ യംകിനു അൻ യഫ്അലഹു അഹദൻ ഇല്ലല്ലാഹ്, അത് പ്രവർത്തിക്കുന്നതും അല്ലാഹു തആല തന്നെയാണ്. ഫയകൂനു ദാലിക അലാ യദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്മാരുടെ കൈകളിലൂടെ അല്ലാഹു പ്രവർത്തിക്കനാണ്. മിൻ ഫിഅലില്ലാഹി തആല, അല്ലാഹുവിന്റെ പ്രവർത്തനമാണ്. കൊടുത്ത കഴിവ് അല്ല മുഅ്ജിസ്, കഴിവിന് ഖാരിജുൻ അൻ ഖുദ്റതിഹിം. പിന്നെ ഇന്നമാ വലിക്കുമുല്ലാഹ് എന്നുള്ള ആയത്തില് ഞാൻ പറഞ്ഞല്ലോ, ഇന്നമാ വലിക്കുമുല്ലാഹ് ആയത്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഏത് കാലഘട്ടത്തും അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് അത്, ആ ആയത്തിന്റെ ഒരു ആശയമുണ്ട്. അത് വ്യക്തമായി ഞാൻ പറയുന്നു, ലൈസൽ യഹൂദ ബി ഔലിയാഇക്കും, നിങ്ങളുടെ വസ്ത്രങ്ങളാണല്ല, നിങ്ങളുടെ സഹായികൾ അല്ലാഹു എന്താ യഹൂദികളല്ല. ബൽ വിലായത്തുക്കും റാജിഅത്തുൻ ഇലല്ലാഹി വ റസൂലിഹി വൽ മുഅ്മിനീൻ, മുഅ്മിനീനും റസൂലുള്ളാഹി അല്ലാഹു തആല. പക്ഷേ ഇവിടുത്തെ സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായം കാര്യകാലബന്ധീതം, മുഅ്മിനീങ്ങളുടെ സൃഷ്ടിയുടെ സഹായം കാര്യകാലബന്ധീതം ഉള്ളുള്ള സഹായം, അതാണ് ഇവിടുത്തെ വിഷയം. അത് വ്യക്തമായി തന്നെ നുസ്രത്ത് സഹായം, അള്ളാഹുവിന് സഹായം, സൃഷ്ടിയുടെ സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ യാതൊരു കണ്ടില്ല. അത് ഒന്നല്ല, മറിച്ച് അള്ളാഹുവിന് സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? കാര്യകാലബന്ധീത അതീതം. അതുപോലെ തന്നെ സൃഷ്ടിയുടെ സഹായം എന്നുള്ള കാര്യത്തിന്റെ അതീതം. പിന്നെ നിങ്ങൾ പറഞ്ഞു അവിടെ എന്താണ് ഇയ്യാകനാബുദ് പറഞ്ഞു, അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്നല്ല. വ്യക്തമായി തന്നെ ഇമാം ബഖവി റാജി റഹ്മത്തുള്ളാഹി അമ്മ യുജീബുൽ മുദ്ദറ എന്ന ആയത്തിന്റെ വിഷയത്തിൽ പറയുന്നു, ഫഇന്നഹു ലാ യഖ്ദിറു അഹദുൻ, ഒരൊറ്റ കുട്ടിക്കും അല്ലാഹുവില്ലാത്ത ഒറ്റ കുട്ടിയും കഴിയില്ല. അലാ കശ്ഫി മാ ദഫഅ ഇലൈഹി, അല്ലാഹു തആല അല്ലാതെ ഒരു ദുരിതം നീക്കാൻ ഒരൊറ്റ കുട്ടിക്കും കഴിയില്ല. മിൻ ഫഖ്റിൻ ഇലാ ഇനൻ വമാദിൻ ഇലാ സിഹത്തിൻ വദീഖിൻ ഇലാ സഅത്തിൻ ഇല്ലൽ ഖാദിറു, അല്ലാഹു തആല ഒഴികെ ഈ രീതിയിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാനും അതുപോലെ ദുരിതം നീക്കാനും അല്ലാഹു തആലക്ക് മാത്രമേ കഴിയൂ എന്ന് ബഖവി റാജി പറയുന്നു. ഈ ഒരു വോയിസ് ക്ലിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ നിൽക്കുകയാണ് ഞങ്ങൾ. അല്ലാഹു അക്ബർ സുമ്മ അല്ലാഹു അക്ബർ സുമ്മത്ത് അല്ലാഹു അക്ബർ. ഇത് സുഹൈൽ യൂസുഫ് ചെല്ലിയമാരുള്ള തക്ബീറല്ല, കാര്യത്തിനാ. ഇപ്പൊ എന്താ ഇയാൾ ആകെ കൂടി പറഞ്ഞത്? മുഅ്ജിസത്ത് കറാമത്ത് എന്ന് പറഞ്ഞാൽ അമ്പിയ ഔലിയാക്കളുടെ സ്വന്തം കുദറത്തല്ല അള്ളാഹ് കൊടുക്കണം. ഞങ്ങൾ പറയുന്നത് മുഅ്ജിസത്ത് കറാമത്ത് എന്നല്ല. ഞാനിപ്പോ സംസാരിക്കണമെങ്കിലും എന്റെ വിരലനക്കണമെങ്കിലും ഒക്കെ അള്ളാന്റെ കുദറത്താണ്. അത് ഞങ്ങൾക്ക് സ്വന്തം ഇല്ലാന്നാ. അപ്പൊ നിങ്ങൾ പറഞ്ഞ അള്ളാഹ് കൊടുക്കണത്, ആ കൊടുക്കണതിൽ നമുക്ക് സംശയമില്ല, ചോദിക്കാന്നതല്ലേ നമ്മളും പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവ് ചോദിക്കാൻ. നിങ്ങളിപ്പോ ഞങ്ങളൊപ്പായി. നിങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഈ 10 ചാൻസ് എങ്ങനെങ്കിലും കഴിക്കാൻ വേണ്ടി സുഹൈൽ സാഹിബ് ഇങ്ങനെ ശ്രമിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഓരോ വിഷയം ഇങ്ങനെ പറയുമ്പോ സുഹൈൽ സാഹിബ് എന്താക്കും, വെള്ളത്തിൽ മുങ്ങിയാക്ക് കയറ് കിട്ടണമായിരിക്കും കണ്ടേ മേലൊക്കെ പിടിച്ച് കയറുക, സമയം കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്ത് അവസാനം സുഹൈൽ സാഹിബ് എവിടെ എത്തി? ഞങ്ങളൊപ്പത്തി. അപ്പൊ നിങ്ങൾക്ക് മനുഷ്യ കഴിവിന് അതീതമായ ഒരു വിഷയങ്ങൾ സഹായം ചോദിക്കാൻ പറ്റൂല, അത് ശിർക്കാണ് എന്ന് തെളിയിക്കാൻ മിസ്റ്റർ സുഹൈൽ നിങ്ങൾക്കൊരു ആയത്ത് കൊണ്ട് കഴിഞ്ഞില്ല. ഓതിയില്ല, നിങ്ങൾ ഓതിയില്ല, ഹദീസ് ഓതിയില്ല. അതൊക്കെ നിങ്ങൾ ഓതി, അതൊക്കെ ഞങ്ങൾ പൊളിച്ചു, അതൊക്കെ കൈ തന്നു. ഇപ്പൊ നിങ്ങൾ ഉദ്ധരിച്ചത് റാസി ഇമാമിന്റെ തഫ്സീർ അമ്മ യുജീബു മുൽത്തറ എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത്. അതിൽ നമുക്ക് എന്താ എതിർപ്പ്? അള്ളാഹുവാണ് അസുലിയായിട്ട് ചെയ്യുന്നവൻ. ഞങ്ങൾ ചോദിച്ച ചോദ്യം എന്താണ്? തേടാൻ പറ്റൂല, അത് ശിർക്കാണ് എന്നാണ്. അതിനാണ് ഞങ്ങൾക്ക് തെളിവേണ്ടത്. നിങ്ങൾ പറയണതോ സഹായിക്കുന്നത് അള്ളാഹുവേ ഉള്ളൂ, ബാക്കിയുള്ളവർ സഹായിക്കും. അത് ഇതും എന്താ ബന്ധം ഹബീബേ? അതല്ല ഞങ്ങൾ ഈ അവസാന ചാൻസിലെങ്കിലും പറയണം. ഞങ്ങളെ ചോദിക്കല് ശിർക്കാണ് എന്നതിന് എവിടെ തെളിവ്? നിങ്ങൾ ശിർക്കാണ് എന്നുള്ളത് ഇന്നവരെ തെളിവ് പറഞ്ഞോ? നിങ്ങൾ 2 വിഭാഗമുണ്ട്, മറ്റേതുണ്ട് മറിച്ചേതുണ്ട് പറഞ്ഞെന്നല്ലാതെ എവിടെ തെളിവ് ഉദ്ധരിച്ചത്? നിങ്ങൾ ശിർക്കാണ് എന്ന് ആര് പറഞ്ഞു?
അൽഹംദുലില്ലാ. എന്തായാലും ഞാൻ തക്ബീർ ചെല്ലും തഹ്ലീൽ ചെല്ലുന്നൊക്കെ മുസ്ലിയാക്കന്മാർക്ക് കുറച്ച് വേദങ്ങളുണ്ട്. എന്തായാലും ഇവിടെ എന്താ പറഞ്ഞത്, ഖാളിയാദിന്റെ ഷിഫയിൽ അത് സ്വന്തം കഴിവാണ്, വഹുവ ഹാജിൻ ഖുദ്റത്തിഹി എന്ന് പറഞ്ഞ സ്വന്തം കഴിവാണ്. എന്നാൽ ഒരു വരി മുന്നോട്ട് പോവാം. ഇഅ്ലം അന്ന മഅന തസ്മീതനാ മാ ജാഅത് ബിൽ അംബിയാ ഹുവ മുഅ്ജിസത്തുൻ വഹുവ അന്നൽ ഖൽഖ അജസു അനിൽ ഇസ്ബാതി മിസ്ലിഹാ വഹി അലാ ദർബൈൻ. രണ്ട് ബർബുൽ. ഒന്നാമത്തെ ഹുവ മിൻ നൗഇ ഖുദ്റത്തിൽ ബശർ, അത് എന്താണ്, സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടതാണ്. അപ്പൊ സ്വന്തമായിട്ട് സൃഷ്ടികൾ കഴിയുമെന്നാണ് അവിടെ അർത്ഥം? ഒരിക്കലുമല്ല. രണ്ടാമത്തെ കൊണ്ടുവരുന്നു വഹുവ ഖാലിഖുൻ അൻ ഖുദ്റതിഹിം, മനുഷ്യരുടെ സൃഷ്ടികളുടെ കഴിവിനതീതമാണ്. ആ കഴിവിനതീതമായ കാര്യങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നത്. എന്നിട്ട് അവിടെ സ്വന്തം എന്ന് നിങ്ങളെ വെച്ച് ബേസ് ചെയ്തു. അതൊന്നും ഇവിടെ നടക്കില്ല എന്റെ മുസ്ലിയാരെ. അവിടെ സ്വന്തം എന്നുള്ള ഒരു വാക്ക് തന്നെ ഇല്ല, അവർക്ക് അങ്ങനെ ഒരു കഴിവ് തന്നെ ഇല്ല എന്നാണ് വ്യക്തമായി തന്നെ ഖാളിയാദ് ദേശീയമായി പറയുന്നത്. മാത്രമല്ല ബാക്കില എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ അശ്വരി പണ്ഡിതൻ അദ്ദേഹം തന്നെ പറയുന്നു മുഅ്ജിസത്ത്, ഈ മുഅ്ജിസത്തുകളൊക്കെ സൃഷ്ടികളുടെ കഴിവിൽ പെട്ടതാണെന്ന് ഒരിക്കലും പറയാൻ പാടില്ല, അത് തെറ്റാണ് എന്ന് അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നുണ്ട്. പിന്നെ എന്താണ് ഇവിടെ പറയുന്നത്? ഞാൻ പറയുന്നു ഇന്നമാ വലിക്കുമുല്ലാഹ് എന്ന് പറഞ്ഞല്ലോ, അവിടെ അല്ലാഹു തആല വലിയാണ്, അത് അല്ലാഹു തആല സഹായിയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നുസ്രത്ത് സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൻ അൻവാഇൻ നുസ്രത്തി, അൻവാ നൗലുണ്ട്. മാ ലാ യഹ്സുലു ബിനാഅൻ അലൽ അസ്ബാബിൽ മഅലൂഫത്തിൽ മുഅ്താദ വമിൻഹാ മാ യഹ്സുലു ബിനാഅൻ അലൽ അസ്ബാബിൽ മഅലൂഫത്തിൽ മുഅ്താദ. അഥവാ കാര്യകാലമധ്യതീതം കാര്യകാലമധ്യതീനം, അഥവാ ഇവിടെ വ്യക്തമായി തന്നെ പറയുന്നു ഫലിഹാദൽ ഫർഖി ഇഅ്തബ നുസ്രത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ സഹായം എന്ന് പറയുന്നതും അല്ലാഹുവിന്റെ സഹായം എന്ന് പറയുന്നതും ഇവിടെ വ്യക്തമായി തന്നെ എന്താണ്, കാര്യകാലമധ്യതീതം അധീനം. വീണ്ടും ഇമാം റാസി തന്നെ പറയുന്നു വൈലീ വയഹ്ദഊക ഫഇന്ന ഹസ്ബകല്ലാഹു എന്ന ആയത്തിൽ വിശദീകരിച്ച് പറയുന്നു മാ യഹ്സുലു മിൻ ഗൈരി വാസിതി അസ്ബാബിൻ മഅലൂമത്തിൻ മുഅ്താദ. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ അല്ലാഹുവിനോട് മറ്റത് സൃഷ്ടികളോട് വ്യക്തമായി തന്നെ ഇവിടെ അവിടെ സഹായം എന്നുള്ളത്, സഹായം രണ്ട് നിലയ്ക്കുന്നുള്ളത്. ഒന്ന് അല്ലാഹുവിനോട് പറയപ്പെടുന്ന സഹായം, അത് കാര്യകാലത്തിന് അതീതം. മറ്റുള്ളത് കാര്യകാലത്തിന് അധീനം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോ മുഅ്മിനീങ്ങളോ ഞങ്ങൾക്ക് സഹായികൾ എന്ന വിഷയത്തിൽ, അഥവാ കാര്യകാലത്തിന് അധീനമുള്ള സഹായത്തിൽ അതിൽ യാതൊരു തർക്കമില്ല. ഒരൊറ്റ സഹാബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലോ വഫാത്തിനു സൃഷ്ടികളിന് അതീതമായിട്ട് നബി സല്ലല്ലാഹു ഉത്തരം ചെയ്യുന്ന നിലക്ക് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് അതിന്റെ എന്തല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾ മനുഷ്യനെ വിളിക്കുന്ന വിഷയത്തിൽ തെളിവല്ല.